ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT സയൻസിൽ നിന്നുള്ള 4ാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട്, റിപ്ലൈ നൽകാറുണ്ട്. അപ്പോൾ പലരും 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, സയൻസും അതുപോലെ സോഷ്യലിൻ്റെതും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ SCERT കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. 4ാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകൾ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്. വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങളാണ് ആവശ്യം? വെള്ളം, അതുപോലെ തന്നെ വായു, അനുയോജ്യമായ താപനില, ഇത്രയും എന്തിനാവശ്യമാണ്? വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാ? വെള്ളം, വായു, താപനില, ഈ 3 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിത്ത് മുളയ്ക്കുന്നതാണ്. ഇനി ഇവിടെ ഒരു പരീക്ഷണം തന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്ത് ഏതാനും പയർവിത്തുകൾ അതിലിടുക. പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ വെള്ളം നൽകണം. എല്ലാ ദിവസവും നിരീക്ഷിക്കുക. ഇവിടെ ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിച്ചത്? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്, ഏതെല്ലാം ഘടകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? മണ്ണ് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ജലം, വായു, സൂര്യപ്രകാശം. വിത്ത് മുളയ്ക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ടോ? അപ്പോൾ വിത്ത് മുളയ്ക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ല. ഈ വിത്ത് മുളയ്ക്കുന്നതിന് എന്തൊക്കെ മതിയാകും? ജലം, വായു, അതുപോലെ വായു, അനുയോജ്യമായ കാലാവസ്ഥ, ഈ 3 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിത്ത് മുളയ്ക്കുന്നതാണ്. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ? വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല. മണ്ണിലല്ലാതെ വച്ച വിത്ത് മുളയ്ക്കുമോ എന്ന് പരിശോധിച്ചാൽ പോരെ. ഒരു ചില്ല് ഗ്ലാസ്സിൽ നനഞ്ഞ പഞ്ഞിയെടുത്ത് അതിനുള്ളിൽ വിത്ത് വച്ച് നോക്കൂ. ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കുന്നത്? ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കാത്തത്? അപ്പോൾ വിത്തിന് ലഭിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതെല്ലാം ഘടകങ്ങൾ ഇവിടെ വിത്തിന് ലഭിക്കുന്നുണ്ട്? ജലം ലഭിക്കുന്നുണ്ട്, അതുപോലെ വായു ലഭിക്കുന്നുണ്ട്, സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. എന്നാൽ വിത്തിന് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? മണ്ണ് കൊടുത്തിട്ടില്ല. അപ്പോൾ തന്നെ വിത്തിന് ലഭിക്കാത്ത ഘടകം മണ്ണാണ്. ഇനി വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ? അപ്പോൾ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, അല്ലേ? വിത്ത് മുളയ്ക്കാൻ ജലം, നമ്മൾ പറഞ്ഞല്ലോ, നനവുണ്ടെങ്കിലേ വിത്ത് മുളയ്ക്കുകയുള്ളൂ, ഈർപ്പം ആവശ്യമാണ്. ഇനി വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ? അപ്പോൾ സൂര്യപ്രകാശം ഇല്ലെങ്കിലും ജലം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിത്ത് മുളയ്ക്കുന്നതാണ്. ഇനി ഇവിടെ ഒരു ഗ്ലാസ്സിൽ മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന വിധം ചെറുപയർ വിത്ത് വയ്ക്കുക. മറ്റ് 3 ഗ്ലാസ്സുകളിൽ മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവയിൽ ഓരോന്നും ലഭിക്കാത്ത വിധം വിത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണമാണ് തന്നിരിക്കുന്നത്. മണ്ണ്, വായു, ജലം എന്നിവ കൊടുത്ത് ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്യുക? സൂര്യപ്രകാശം ലഭിക്കുന്ന വിധം ചെറുപയർ വിത്ത് വയ്ക്കുക. അതുപോലെ ഗ്ലാസ്സുകളിൽ മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവയിൽ ഓരോന്നും ലഭിക്കാത്ത വിധം വിത്ത് വയ്ക്കുക. ഇങ്ങനെ ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് ചെയ്യാനുള്ള പരീക്ഷണമാണ്. ഇനി ഇവിടെ പറയുന്നത്, വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമാണ്? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. അപ്പോൾ വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ വേണ്ട? മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ വിത്ത് മുളയ്ക്കുന്നതിന് വേണ്ട. പക്ഷെ എന്ത് വേണം? വിത്ത് മുളയ്ക്കാൻ
ജലം ആവശ്യമാണ്. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. അപ്പം ജലത്തിന് പുറമെ വായു, അതുപോലെ അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ അനുയോജ്യമായ താപനില, വായു എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു വിത്ത് മുളയ്ക്കാനായിട്ട് അതിനെടുക്കുന്ന സമയവും അതിനനുയോജ്യമായ താപനിലയും വ്യത്യാസമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് വിത്തിനുള്ളിലെ ജീവൻ. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ ഒരു ചെറുപയർ വിത്തിൻ്റെ മുളയ്ക്കലാണ് തന്നിരിക്കുന്നത്. ചെറുപയർ വിത്തിൻ്റെ മുളയ്ക്കൽ, അതിന് എത്ര ഘട്ടങ്ങളുണ്ട് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യം ഒരു ചെറുപയർ ഒരു വിത്തായിട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതെന്താണ്, അതിൽ നിന്ന് ബീജമൂലം ഉണ്ടാകുന്നു. ബീജമൂലം പിന്നെന്താണ്, അത് ആ ബീജമൂലം മണ്ണിലേക്ക് ആഴ്ന്നു പോകുന്നു, മണ്ണിലേക്ക് ഇറങ്ങുന്നു. ഇനി അതുപോലെ ബീജപത്രം, അതുപോലെ ബീജശീർഷം എന്നിവയാണ് ഒരു ചെറുപയർ വിത്ത് മുളച്ച് വരുമ്പോൾ അതിന് ആവശ്യമായി വരുന്നത്. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ്? ബീജമൂലം, ബീജപത്രം, ബീജശീർഷം എന്നിവയാണ് ചെറുപയറിൻ്റെ മുളയ്ക്കലിന് ആവശ്യമായി വരുന്ന ഘടകങ്ങൾ. 5 ദിവസം കൊണ്ട് വിത്തിന് വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ പട്ടികയിൽ തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ 5 ദിവസം കൊണ്ട് വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി വിത്തിന് വരുന്ന മാറ്റം, വിത്തിൻ്റെ വലിപ്പം ഒന്നാം ദിവസം വിത്തിന് എന്താണ്, ഒന്നും സംഭവിക്കുന്നില്ല. വിത്തിന് വലിപ്പം വേറൊന്നും സംഭവിക്കുന്നില്ല. ഇനി 2-ാം ദിവസം എന്ത് ചെയ്യുന്നു, വിത്ത് കുതിർത്ത് വലുതാകുന്നു. 2-ാം ദിവസം വിത്ത് കുതിർത്ത് വലുതാകുന്നു. 3-ാം ദിവസം എന്ത് ചെയ്യുന്നു, 3-ാം ദിവസം നമ്മൾ പറഞ്ഞു, 3-ാം ദിവസം വിത്തിൻ്റെ മൂലം ഉണ്ടാകുന്നു. ബീജമൂലം. ഇനി 4-ാം ദിവസം എന്താണ്, 4-ാം ദിവസം ബീജപത്രം ഉണ്ടാകുന്നു. 3-ാം ദിവസം ബീജമൂലം, 4-ാം ദിവസം ബീജപത്രം, 5-ാം ദിവസം ബീജശീർഷം. ഇങ്ങനെയാണ് ഒരു പയർ വിത്തിൻ്റെ മുളയ്ക്കലിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി വിത്തിൻ്റെ പുറംതോട് 1-ാം ദിവസം എന്താണ്, 1-ാം ദിവസം ഒന്നും സംഭവിക്കുന്നില്ല. 2-ാം ദിവസം അത് പുറംതോട് വീർത്ത് കുതിർക്കുന്നു, അത് കുതിർന്ന് വലുതാകും. ഇനി വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗം, വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വരുന്ന ഭാഗത്തിനാണ് ബീജമൂലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിത്തിൽ നിന്ന് മുളച്ച് താഴേക്ക് വളരുന്ന ഭാഗമാണ് ബീജമൂലം. വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. അപ്പോൾ വിത്തിൽ നിന്ന് മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗം ബീജശീർഷം. ഇനി വിത്തിലെ പ്രാഥമിക ഇലകൾ, അതിനെയാണ് ബീജപത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ ഈ പിക്ചറിൽ, ഈ ചിത്രത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട് ബീജമൂലം, അതുപോലെ ബീജപത്രം, ബീജശീർഷം. അപ്പം ഇത്രയുമാണ് ഒരു വിത്തിന് ഉള്ളതെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഹൈഡ്രോപോണിക്സ്. എന്താണ് ഹൈഡ്രോപോണിക്സ്? മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പം മണ്ണില്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന നൂതന രീതിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷിരീതിയിൽ മണ്ണിന് പകരം പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മണ്ണിന് പകരം ഇവിടെ എന്ത് ചെയ്യുന്നു? പോഷകലായനിയിൽ സസ്യങ്ങൾ വളർത്തുന്നു. അപ്പം ഈ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. അപ്പം മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്.
ഇവിടെ എങ്ങനെയാണ് ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. അത് നമുക്ക് അറിയാം. ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഇലകളിലാണ്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രത്തിൽ നിന്നാണ്. അപ്പം വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജപത്രത്തിൽ നിന്നാണ്. പയർ വിത്തിന് എത്ര ബീജപത്രമാണുള്ളത്? അപ്പം പയർ വിത്തിന് എത്ര ബീജപത്രമാണുള്ളത്? ചെടി വളരും തോറും ബീജപത്രത്തിന് വരുന്ന മാറ്റം നിങ്ങൾ പരീക്ഷിച്ചില്ലേ? അപ്പം ഇതാണ് നമ്മുടെ പയർ വിത്തിൻ്റെ ബീജപത്രം എന്ന് പറയുന്നത്. ബീജപത്രം. അപ്പം ഇവിടെ നോക്കിയേ, ചെറുപയർ വിത്തിൻ്റെ ബീജപത്രമാണ് ഈ തന്നിരിക്കുന്നത്. ചെറുപയർ വിത്തിൻ്റെ ബീജപത്രം. ഇനി ഇവിടെ ചോളത്തിന് ബീജപത്രം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ചോളത്തിൻ്റെ ബീജപത്രം. ചോളത്തിൻ്റെ ബീജപത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചോളത്തിലെ ബീജപത്രം നോക്കൂ. പയർ വിത്തിലേതുപോലെ 2 ബീജപത്രങ്ങൾ ചോളത്തിൽ കാണുന്നുണ്ടോ? അപ്പോൾ ബീജപത്രം നമ്മൾ പറഞ്ഞു പയറിൽ എത്രയാണ്? പയർ വിത്തിൽ 2, ഇവിടെയും 2 ബീജപത്രമുണ്ട്. പയർ വിത്തിൽ 2 ബീജപത്രമുണ്ട്. ഇതേപോലെ ഇവിടെ ഇങ്ങനെ 2 ബീജപത്രമുണ്ട് പയർ വിത്തിൽ. എന്നാൽ നമ്മുടെ ചോളത്തിൽ പയർ വിത്തിലേതുപോലെ 2 ബീജപത്രം ചോളത്തിൽ കാണുന്നില്ല. ഇത് കണ്ടോ, ചോളത്തിൽ 1 ബീജപത്രമാണുള്ളത്. ഒരൊറ്റ ബീജപത്രമാണ് ചോളത്തിലുള്ളത്. അപ്പോൾ ചോളത്തിൽ 1 ബീജപത്രം മാത്രമാണുള്ളത്. എന്നാൽ പയർ വിത്തിൽ എത്ര ബീജപത്രമുണ്ട്? പയർ വിത്തിൽ 2 ബീജപത്രങ്ങളുണ്ട്. പയർ വിത്തിൽ 2 ബീജപത്രങ്ങളും ചോളത്തിൽ 1 ബീജപത്രവും മാത്രമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം. അപ്പോൾ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗത്തിനെയാണ് ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പേം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പയർ വിത്തിൻ്റെ കാര്യം പറഞ്ഞു. പയർ വിത്തിന് 2 ബീജപത്രങ്ങളുണ്ട്. എന്നാൽ ചോളത്തിന് 1 ബീജപത്രം മാത്രമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഭാഗത്തിന് ബീജാന്നം എന്നാണ് പറയുന്നത്. 1 ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? 1 ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ബീജാന്നത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ബീജപത്രം മാത്രമുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? ചോളം. അപ്പോൾ ഈ ചോളത്തിലൊക്കെ എന്താണ്? സസ്യങ്ങളുടെ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിയുടെ ആഹാരം എന്ന് പറയുന്നത് എന്താണ്? ബീജാന്നമാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ: പുളിങ്കുരു, ചക്കക്കുരു, അതുപോലെ കശുവണ്ടി, നെല്ല്, ചോളം തുടങ്ങിയ വിത്തുകൾ മുളപ്പിച്ച് നോക്കൂ. വിത്ത് മുളയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കൂ. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ പുളങ്കുരു, അതുപോലെ ചക്കക്കുരു, കശുവണ്ടി, നെല്ല്, ചോളം തുടങ്ങിയ വിത്തുകൾ മുളപ്പിച്ച് അതിൻ്റെ മാറ്റങ്ങൾ നിരീക്ഷിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വിത്ത് മുളയ്ക്കലാണ്. വിത്ത് മുളയ്ക്കൽ. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. അപ്പോൾ വിത്ത് കുതിർന്നാൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. അപ്പോൾ ആദ്യം എന്താണ്? ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം ചെടിയുടെ വേരായി മാറുന്നു. ബീജമൂലം എന്ത് ചെയ്യുന്നു? ബീജമൂലമാണ്
ചെടിയുടെ വേരായി മാറുന്നത്. ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജ അന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളിവിടെ എന്താ പറയുന്നത്? വിത്ത് മുളയ്ക്കലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു. ബീജമൂലം എന്തായി മാറും? ചെടിയുടെ വേരായി മാറുന്നു. എന്നാൽ ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജ അന്നത്തിലോ കരുതി വച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ഇനി വിത്തിൽ നിന്നല്ലാതെയും, അപ്പം നമുക്കറിയാം വിത്തിൽ നിന്നല്ലാതെയും സസ്യങ്ങൾ വളരുന്നുണ്ട്. എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളാണോ നടീൽ വസ്തുക്കളായി ഉപയോഗിക്കുന്നത്? അപ്പം എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളല്ല നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഇവിടെ ചെമ്പരന്തി, അതുപോലെ നിശാഗന്ധി, കൃഷ്ണകിരീടം, ഇലമുളച്ചി തുടങ്ങിയ സസ്യങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ചെമ്പരത്തി ആണെങ്കിൽ അതിൻ്റെ കമ്പാണ് മുളച്ച് വരുന്നത്. നിശാഗന്ധിയിൽ അതിൻ്റെ തൈയാണ്. അതുപോലെ തൈയും അതിൻ്റെ ഇലയും മുളച്ച് വരാറുണ്ട്. ഇനി അതുപോലെ കൃഷ്ണകിരീടം, പിന്നെന്താണ് ഇലമുളച്ചിയിൽ അതിൻ്റെ ഇലയാണ് മുളച്ച് വരുന്നത്. ഇവിടെ കൃഷ്ണകിരീടം അതിൻ്റെ തൈയാണ് മുളച്ച് വരുന്നത്. ഇനി വിത്തുകൾ പലയിടങ്ങളിൽ, ഞാവൽ മരവും പക്ഷിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഞാവൽ മരത്തിൻ്റെ അടുത്തൊരു പക്ഷി വന്നിരുന്ന് സംസാരിക്കുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാവൽ പറയുന്നു, ഞാവൽ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ പഴം തിന്നുന്നത്? പക്ഷി, നിന്റെ പഴം തിന്ന് വിശപ്പടക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, വിത്ത് പല സ്ഥലങ്ങളിലും എത്തിക്കുന്നുമുണ്ട്. ഞാവൽ പറയുന്നു, നീ ഇല്ലെങ്കിലും എൻ്റെ വിത്ത് താഴെ വീണ് മുളയ്ക്കില്ലേ? അപ്പോൾ പക്ഷി എന്താ പറഞ്ഞത്? ഇത്രയും അധികം വിത്തുകൾ നിന്റെ ചുവട്ടിൽ വളരാൻ വേണ്ട സ്ഥലമുണ്ടോ? ഇതുപോലെ സസ്യത്തിൻ്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കുന്ന ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? അപ്പം നമുക്കറിയാം അണ്ണാൻ, അതുപോലെ വവ്വാൽ അല്ലേ, വാവൽ, വാവൽ, അതുപോലെ പക്ഷികൾ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? സസ്യങ്ങളുടെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കാറുണ്ട്. വിത്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിൽ മനുഷ്യനുള്ള പങ്ക് എന്താണ്? ജീവികൾ മാത്രമാണോ വിത്ത് വിതരണം നടത്തുന്നത് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. അപ്പം എന്താണ് വിത്ത് വിതരണം എന്ന് ചോദിച്ചാൽ, മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. വിത്ത് വിതരണം എന്തിനു വേണ്ടിയാണ് വിത്ത് വിതരണം നടക്കുന്നത്? ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, അതുപോലെ ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടാറുണ്ട്. അപ്പം അതിനാണ് എന്ത് ചെയ്യുന്നത്? വിത്ത് വിതരണം നടത്തുന്നത്. അപ്പോൾ ഒരു സസ്യത്തിൻ്റെ വിത്തുകൾ എല്ലാം കൂടി അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണാൽ എന്ത് ചെയ്യും? അതെല്ലാം കൂടി ഒരുമിച്ച് വളരും. പക്ഷെ അതിന് വളർന്ന് മുകളിലോട്ട് പോകാനുള്ള മണ്ണ്, വെള്ളം, അതുപോലെ സൂര്യപ്രകാശം, അതിനാവശ്യമായ ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല. അതിനാലാണ് വിത്തുകൾ എന്ത് ചെയ്യുന്നത്? പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നത്. വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇതുമൂലമാണ്. അപ്പം ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും വിത്ത് വിതരണം നടക്കുന്നത് കൊണ്ടാണ്.
വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന തേങ്ങയ്ക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണ്? അപ്പം ഇവിടെ തന്നിട്ടുണ്ട്, തേങ്ങ വെള്ളത്തിലേക്ക് വീണ് പോകുന്നു. അപ്പം എന്താണ്, കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാലും തേങ്ങയ്ക്ക് എന്ത് സംഭവിക്കില്ല? തേങ്ങ ചീഞ്ഞു പോകാറില്ല. ഇനി തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പം തേങ്ങയുടെ തൊണ്ടിൽ എന്തുണ്ട്? വായു നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെയും അതിനെന്ത് സംഭവിക്കത്തില്ല? വിത്ത് ചീഞ്ഞു പോകാറില്ല. അപ്പം തേങ്ങയുടെ പ്രത്യേകത, കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും അത് ചീഞ്ഞു പോകാറില്ല. അതുപോലെ തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതുപോലെ തന്നെ അപ്പൂപ്പൻ താടി കാറ്റിൽ പറക്കാൻ കാരണം എന്താവും? അപ്പം ഇവിടെ അപ്പൂപ്പൻ താടിയുടെ പടം ഇവിടെ തന്നിട്ടുണ്ട്, ചിത്രം തന്നിട്ടുണ്ട്. അതിങ്ങനെ കാറ്റത്ത് എന്ത് ചെയ്യുന്നു? പറന്ന് നടന്നാണ്. അതായത് കാറ്റിലൂടെയാണ് അപ്പൂപ്പൻ താടിയിൽ എന്ത് നടക്കുന്നത്? വിത്ത് വിതരണം നടക്കുന്നത്. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യമാണ് ഏത്? അപ്പൂപ്പൻ താടി എന്ന് പറയുന്നത്. ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഏതെല്ലാം ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്? ഈ ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷികളെ ആകർഷിക്കുന്ന, അതായത് അതിന് മാംസളമായ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, അതിന് നല്ല പഴങ്ങൾക്ക് നല്ല മധുരം ഉണ്ടായിരിക്കും. ഇനി അതിൽ എന്താണ് മധുരം, അതുപോലെ അതിനാവശ്യമായ പോഷണ ഘടകങ്ങളൊക്കെ ഈ ഫലങ്ങളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പക്ഷികൾ എന്ത് ചെയ്യുന്നത്? ഫലങ്ങളെ ആശ്രയിക്കുന്നത്. ഇനി ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾ മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളുള്ളത് നമുക്കറിയാം. അപ്പം എന്താണ്? അതിനുദാഹരണമാണ്, അതായത് ഭക്ഷ്യയോഗ്യമല്ല, പക്ഷെ അതെന്ത് ചെയ്യുന്നു? ഈ ഫലങ്ങൾ മറ്റ് വസ്തുക്കളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നതിന് കാരണമായ സസ്യങ്ങളാണ് കടലാടി. അപ്പം ഇതുപോലുള്ളൊരു ഇതാണ് കടലാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടലാടി ഇതിൻ്റെ ഈ മുള്ളുകൾ എന്ത് ചെയ്യുന്നു? വസ്ത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വിത്ത് വിതരണം നടക്കും. അതുപോലെ അസ്ത്രപ്പുല്ല്, ഈ അസ്ത്രപ്പുല്ല് നമ്മുടെ എന്താണ്, നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയരികിലൊക്കെ നിൽക്കുന്ന അസ്ത്രപ്പുല്ലിൽ നിന്ന് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇത് പറ്റിയാൽ ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത്, അങ്ങനെയാണ് ഇതിൽ വിത്ത് വിതരണം നടക്കുന്നത്. അപ്പോൾ കടലാടി, അസ്ത്രപ്പുല്ല് എന്നിവ വിത്ത് വിതരണം നടത്തുന്നത് എന്താണ്? മറ്റ് സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് വസ്ത്രങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ചിരുന്നിട്ടാണ്. അതുപോലെ ജന്തുക്കൾ ഇവയുടെ രോമങ്ങളിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. ഈ അനുകൂലനങ്ങൾ വിത്ത് വിതരണത്തിന് സഹായകമാകുന്നത് എങ്ങനെ? ഇനി പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ഏതെല്ലാം സസ്യങ്ങളുണ്ട്? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പാകമാകുമ്പോൾ വിത്ത് പൊട്ടിമുളച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് റബ്ബർ, അതുപോലെ കാശിത്തുമ്പ, വെണ്ട. ഇതെല്ലാം പാകമാകുമ്പോൾ വിത്ത് പൊട്ടിമുളച്ച് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന സസ്യങ്ങളാണ് റബ്ബർ, കാശിത്തുമ്പ, വെണ്ട മുതലായവ. ഇനി ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, ഏതാണ്? അപ്പൂപ്പൻ താടി, അതുപോലെ നെല്ല്, ഇതൊക്കെ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. അപ്പോൾ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെയാണ്? അപ്പൂപ്പൻ താടി, അതുപോലെ നെല്ല് മുതലായവ വിത്തിലൂടെ, അതുപോലെ ഗോതമ്പ്, ഇതൊക്കെ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. അതായത് ഇവയ്ക്കൊക്കെ ഇങ്ങനെ പറന്നിടക്കാം. ഇതായത് കനം നേർത്ത കനമായിരിക്കും, കനം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് കാറ്റിലൂടെ എന്ത് ചെയ്യാറുണ്ട്? വിത്ത് വിതരണം നടത്താറുണ്ട്. ഇനി അതുപോലെ നമ്മൾ അടുത്ത് പറയുന്നത് പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നത് ഏതൊക്കെയാണ്? പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളിൽ വരുന്നതാണ് ഇവിടെ വെണ്ട, അതുപോലെ കാശിത്തുമ്പ. നമ്മൾ നേരത്തെ പറഞ്ഞു കാശിത്തുമ്പ, വെണ്ട, കാശിത്തുമ്പ, അതുപോലെ റബ്ബർ.
ഇതൊക്കെ പൊട്ടിമുളച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. അപ്പോൾ കാറ്റിലൂടെ നമ്മൾ പറഞ്ഞു അപ്പുപ്പൻ താടി, നെല്ല്, ഗോതമ്പ് മുതലായവ കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. അതുപോലെ കാശിത്തുമ്പ, വെണ്ട, റബ്ബർ മുതലായവ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. ഇനി ജലത്തിലൂടെ അടുത്ത് പറയുന്നത് ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? ജലത്തിലൂടെ വിത്ത് വിതരണം നടക്കുന്ന തെങ്ങ്, അതുപോലെ കുരുമുളക് ഇതൊക്കെ ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. ജലത്തിലൂടെ അപ്പോൾ തെങ്ങ്, അതുപോലെ കുരുമുളക് മുതലായ സസ്യങ്ങൾ ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ പക്ഷികൾ, ജന്തുക്കൾ എന്നിവയിലൂടെ വിത്ത് വിതരണം നടത്തുന്നതാണ് ഏതൊക്കെയാണ്? പേര, അതുപോലെ മഹാഗണി, പ്ലാവ് ഇതൊക്കെ ജന്തുക്കളിലൂടെയും പക്ഷികളിലൂടെയും വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. അതുപോലെ തന്നെ മാവ് ഇതൊക്കെ ഇപ്പം മാങ്ങകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വവ്വാല് അതിനിങ്ങനെ കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകൂലേ. അപ്പം അടയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്? ജന്തുക്കളിലൂടെയും പക്ഷികളിലൂടെയും ഒക്കെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ്. ഇനി വിത്തുകൾ ഭക്ഷണത്തിനല്ലാതെ മറ്റെന്തിനെല്ലാം ഉപയോഗിക്കാം? വിത്തുകൾ ഉപയോഗിച്ചുള്ള ഏതെല്ലാം കരകൗശലങ്ങൾ നിങ്ങൾക്കറിയാം? അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ ഭക്ഷണത്തിന് മാത്രമല്ല വിത്തുകൾ ഉപയോഗിക്കുന്നത്. ഇതേപോലുള്ള ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് ഇതുപോലുള്ള ഇതുപോലുള്ള നല്ല മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് നമ്മൾ വിത്തുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഇലകളിലെ വൈവിധ്യത്തെക്കുറിച്ചാണ്. ഇലകളിലെ വൈവിധ്യം. ഇവിടെ 2 തരത്തിലുള്ള ഇലകൾ തന്നിട്ടുണ്ട്. ഈ ഇലകൾ തന്നിട്ടുണ്ട്. പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ്? അപ്പോൾ പച്ചപ്പൊന്നുമില്ലാത്ത 2 ഇലകൾ, അധികം പച്ച നിറമൊന്നുമില്ല, എന്താണ്? അങ്ങനെ 2 ഇലകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇലകളുടെ പ്രത്യേകത എന്താണ്? ഈ ഇലകളിൽ ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇത് കണ്ടോ, ഇവിടെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇലകളിൽ ഇങ്ങനെ വ്യക്തമായിട്ട് ഈ വരകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇവിടെയും അതുപോലെ തന്നെ പച്ചപ്പ് വളരെ കുറവാണ്, പക്ഷേ ഇതിൻ്റെ ഈ സിരകൾ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇനി ഇലയിലേക്ക് ജലമെത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. അപ്പം നമ്മൾ കണ്ട ആ ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ജലം ഇലയിലേക്ക് എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. അപ്പം ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഈ ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭാഗങ്ങളാണ് ജലം ഇലയിലേക്ക് കൊണ്ടുപോകുന്നതും ഇലയിൽ നിന്ന് ആഹാരം എന്ത് ചെയ്യുന്നത്? സസ്യങ്ങളിലേക്ക് എത്തിക്കുന്നതും ഈ കാണുന്ന ഭാഗങ്ങളാണ്. ഇനി ആ 2 ഇലകളിലെയും അപ്പം നമ്മൾ പറഞ്ഞു ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ്. അപ്പം ഇവയെ ആണ് ഇലകളിലെ സിരകൾ എന്ന് പറയുന്നത്. അപ്പം ഈ കാണുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിരകൾ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇലകളിൽ കാണപ്പെടുന്ന സിരകളാണ് സിരകൾ. അപ്പം സിരകളുടെ പ്രത്യേകത എന്താണ്? സിരകളാണ് ഇലയിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇലയിലേക്ക് ജലമെത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും സിരകളാണ്. 2 ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണോ? ഇവിടെ 2 ഇലകൾ തന്നിട്ടുണ്ട്. ഈ 2 ഇലകളിലെയും സിരകൾ ഒരുപോലെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, വ്യത്യാസമുണ്ടല്ലേ? 2 ഇലകളുടെയും സിരകൾക്ക് വ്യത്യാസമുണ്ട്.
ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന പ്രധാന സിരയുണ്ട്. അപ്പൊ ആദ്യത്തെ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ആദ്യ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടുപോകുന്ന ഒരു സിരയുണ്ട്. അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കൊണ്ട് ഈ ഇലയ്ക്ക് പറയുന്നതാണ് ജാലികാ സിരാവിന്യാസം. അപ്പൊ ഇത് കണ്ടോ, ഇത് ഇതുപോലെ വലക്കണ്ണികൾ പോലെ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നത്. ജാലികാ സിരാവിന്യാസം. അപ്പൊ ഇതാണ് ജാലികാ സിരാവിന്യാസം. ഇതിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് ജാലികാ സിരാവിന്യാസം. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ജാലികാ സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ഇലയിലെ സിരകൾ എല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് സമാന്തര സിരാവിന്യാസം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? ജാലികാ സിരാവിന്യാസം. അപ്പം ഈ ഇലയിൽ കണ്ട ഈ ഇലയുടെ ഭാഗത്തിന് നമ്മൾ ഇതിൻ്റെ ഈ വലക്കണ്ണികൾ പോലെ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ജാലികാ സിരാവിന്യാസവും. ഇനി ഇവിടെ എല്ലാം ഒരേപോലെ മുകളിൽ നിന്ന് അഗ്രഭാഗം വരെ എന്താണ്? ഒരേ രീതിയിൽ കാണപ്പെടുന്നു. ഇവിടെ നിന്നും ഇതുവരെയും ഒരേ രീതിയിലാണ് കാണപ്പെടുന്നത്. ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് സമാന്തര സിരാവിന്യാസം. അപ്പൊ ഇതാണ് സമാന്തര സിരാവിന്യാസം എന്ന് പറയുന്നത്. ഇനി ജാലികാ സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് പ്ലാവ് പോലുള്ള സസ്യങ്ങളുടെ ഇലയ്ക്ക് എന്താണ്? അത് ജാലികാ സിരാവിന്യാസമാണ് അവിടെയുള്ളത്. ഇനി സമാന്തര സിരാവിന്യാസമുള്ള ഇലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ മുള, അതുപോലെ പിന്നെ എന്താണ്, പുല്ല് വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ, ഇവയ്ക്കെല്ലാം സമാന്തര സിരാവിന്യാസമാണ്. അതുപോലെ മുള വരും. അതുപോലെ എന്താണ്, പുല്ല് വർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ, അടയ്ക്ക, പിന്നെ തെങ്ങിൻ്റെ ഓല, ഇതൊക്കെ എങ്ങനെയുള്ളതാണ്? സമാന്തര സിരാവിന്യാസത്തിൽപ്പെട്ട സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ സമാന്തര സിരാവിന്യാസം ഉള്ള ഇലകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും മുള, അതുപോലെ പുല്ല്, അടയ്ക്ക, അതുപോലെ തെങ്ങ്, ഇവയ്ക്കൊക്കെ എന്താണ്? സമാന്തര സിരാവിന്യാസമാണുള്ളത്. ഇനി ജാലികാ സിരാവിന്യാസമുള്ള ഇലകൾ ഏതിനൊക്കെയാണ്? അത് നമുക്ക് പറയാൻ പറ്റും പ്ലാവ്, അതുപോലെ മാവ്, അങ്ങനെയുള്ള സസ്യങ്ങൾക്കൊക്കെ എന്താണ്? മുളക്, കുരുമുളകിൻ്റെയൊക്കെ ഇലകൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഇതിനൊക്കെ എന്താണ്? ജാലികാ സിരാവിന്യാസമാണ് ഉള്ളത്. ഇനി ഇവിടെ പ്ലാവും അതുപോലെ പുൽച്ചെടിയും തന്നിട്ടുണ്ട്. പ്ലാവിൻ്റെ വേരിൻ്റെ പ്രത്യേകത എന്താണ്? അതുപോലെ പുൽച്ചെടിയുടെ വേരിൻ്റെ പ്രത്യേകതയും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി പ്ലാവിൻ്റെ വേരിൽ നിന്നും പുൽച്ചെടിയുടെ വേര് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പം നമുക്ക് നോക്കാം. പ്ലാവിൻ്റെ വേരുപടലത്തിൽ കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളർന്നിരിക്കുന്ന വലുപ്പം കൂടിയ ഒരു വേരുണ്ട്. ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ പ്ലാവിൻ്റെ വേരെന്ന് പറയുന്നത്. അപ്പം ഇത് ഈ വേരുപടലത്തിൽ നിന്ന് ഇങ്ങനെ വലിപ്പം കൂടിയ ഒരു വേരുപടലം ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ വളർന്ന ഈ വേരിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തായ് വേര് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാവിൻ്റെ ഈ കാണുന്ന ഈ വേരില്ലേ, ഈ നീണ്ടു കാണുന്ന ഈ വേരിന് പറയുന്ന പേരാണ് തായ് വേര്. അപ്പോൾ പ്ലാവ്, മാവ് മുതലായ സസ്യങ്ങളൊക്കെ എന്താണ്? തായ് വേരുള്ള സസ്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ
അപ്പോൾ തായ്വേരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തായ് വേരിൽ നിന്നാണ് മറ്റ് ചെറിയ വേരുകൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ തായ് വേരിൽ നിന്ന് ഇതേപോലെ ചെറിയ ചെറിയ വേരുകൾ പോയിട്ടുണ്ട്. ഇനി പുൽച്ചെടിയുടെ വേരുപടലത്തിൽ പ്ലാവിലേതുപോലെ വലിപ്പമുള്ള ഒരു പ്രധാന വേര് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പുൽച്ചെടിയുടെ വേരിൻ്റെ പ്രത്യേകത കണ്ടോ? ഇതാണ് പുൽച്ചെടിയുടെ വേര്. എന്നാൽ പ്ലാവിൻ്റെ വേരെന്താണ്? തായ്വേര് വന്നിട്ടുണ്ട്. തായ്വേരിൽ നിന്ന് സമാന്തര രീതിയിലുള്ള ചെറിയ ചെറിയ വേരുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പ്ലാവിൻ്റെ വേരിൻ്റെ പ്രത്യേകത പറഞ്ഞത്. ഇനി പുൽച്ചെടിയുടെ വേരിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. അപ്പം തായ് വേരുപടലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. മാവ്, അതുപോലെ പ്ലാവ് തുടങ്ങിയവയിൽ തായ് വേരുപടലം കാണാം. അപ്പം തായ് വേരുപടലത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെ പറയണം? മാവ്, പ്ലാവ് മുതലായവ തായ് വേരുപടലത്തിന് ഉദാഹരണമാണ്. അപ്പോൾ തായ് വേരുപടലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരുപടലമാണ് തായ് വേരുപടലം. അപ്പം എങ്ങനെയാണ്? ഇതേപോലൊരു തായ് വേര് കാണും. ഇനി ഇതിൽ നിന്ന് എന്താണ്? ഇങ്ങനെ ശാഖാവേരുകൾ കാണും. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തായ് വേരുപടലം എന്ന് പറയുന്നത്. നമ്മൾ മാവിനും പ്ലാവിനും ഒക്കെ എന്തുണ്ട്? തായ് വേരുപടലമുണ്ട്. ഇനി കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേരുപടലമാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നെൽച്ചെടി. അപ്പം നെൽച്ചെടിയുടെ വേരുപടലം എന്തിനുദാഹരണമാണ്? നാരുവേരുപടലമാണ് ഉള്ളത്. അപ്പം നാരുവേരുപടലം എന്ന് പറഞ്ഞാൽ എന്താണ്? കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലം. അപ്പം കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുവേരുപടലം എന്ന് പറയുന്നത്. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാരുവേരുപടലമാണ് ഉള്ളത്. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്ക് എന്താണ്? നാരുവേരുപടലമാണ്. എന്നാൽ പ്ലാവ്, മാവ് എന്നിവയ്ക്ക് എന്താണ്? തായ് വേരുപടലവുമാണ് ഉള്ളത്. ഇനി സസ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് സിരാവിന്യാസം, അതുപോലെ വേരുപടലം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പയർച്ചെടിയുടെ ഇല നമ്മൾ നോക്കുകയാണെങ്കിൽ പയർച്ചെടിക്ക് എന്താണ്? പയർച്ചെടിക്ക് സിരാവിന്യാസം ഉണ്ട്. പയർച്ചെടിയുടെ ഇല നോക്കിയാൽ നമുക്കറിയാം അതിലെന്താണ്? സിരാവിന്യാസമുണ്ട്. ഇനി അതിൻ്റെ വേരുപടലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു വേരും പയർച്ചെടിയുടെ വേര് ഇങ്ങനെ താഴത്തേക്ക് പോകും. പിന്നെ അതിൽ നിന്ന് സമാന്തര വേരുകളും ഉണ്ടായിരിക്കും അല്ലേ? അപ്പം നമുക്ക് പറയാം എന്താണ്? തായ് വേരുപടലമാണ് ആർക്കുള്ളത്? തായ് വേരുപടലമാണ് പയർ ചെടിക്കുള്ളത്. ഇനി പുൽച്ചെടിയിലേക്ക് വരികയാണെങ്കിൽ പുൽച്ചെടിയുടെ പ്രത്യേകത എന്താണ്? പുൽച്ചെടിക്ക് സിരാവിന്യാസമാണോ അതോ പുൽച്ചെടിക്ക് എന്താണ്? സമാന്തര സിരാവിന്യാസമാണ് ഉള്ളത്. സമാന്തര സിരാവിന്യാസമാണ് പുൽച്ചെടിക്കുള്ളത്. അതായത് മുകളിൽ നിന്ന് താഴെ വരെ ഒരേപോലെ ആയിരിക്കും പുൽച്ചെടിയുടെ ഇലയുടെ പ്രത്യേകത. ഇനി അതുപോലെ വേരുപടലം എന്ന് പറയുന്നത് എങ്ങനെയുള്ള വേരായിരിക്കും? നാരുവേരുപടലമാണ് പുൽച്ചെടിക്കുള്ളത്. നാരുവേരുപടലമാണുള്ളത്. ഇനി പ്ലാവിന് എങ്ങനെയാണ് സിരാവിന്യാസം? പ്ലാവിൻ്റെ സിരാവിന്യാസം എന്ന് പറയുന്നത് ജാലികാ സിരയാണ്. ജാലികാ സിരാവിന്യാസമാണ് പ്ലാവിനുള്ളത്. ജാലികാ സിരാവിന്യാസമാണ് പ്ലാവിനുള്ളത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുപടലം എങ്ങനെയുള്ളതാണ്? തായ് വേരുപടലമാണ് പ്ലാവിനുള്ളത്. തായ് വേരുപടലം. ഇനി തെങ്ങിൻ്റെ സിരാവിന്യാസം എന്ന് പറയുന്നത് സമാന്തര സിരാവിന്യാസമാണ്. സമാന്തരം ഒരേപോലെ പുൽവർഗത്തിൽപ്പെട്ട അതേപോലുള്ള ഒരേ സമാന്തര സിരാവിന്യാസമാണ് തെങ്ങിനുള്ളത്. ഇനി ഇതിൻ്റെ വേരുപടലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നാര് വേരുപടലമാണ് ആർക്കുള്ളത്? തെങ്ങിനുള്ളത്.
അപ്പം ഇതാണ് ശിരാവിന്യാസവും വേരുപടലവും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെയും ചില വേരുകൾ സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. താങ്ങുവേര്, പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, സാധാരണയായി ബീജമൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ. അപ്പോൾ സാധാരണ നമ്മൾ പഠിച്ചു, നമ്മൾ പയർച്ചെടിയൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു ബീജമൂലം വളർന്നാണ് വേരുകളായിട്ട് മാറുന്നതെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള വേരുകളാണ് താങ്ങുവേര്, അതുപോലെ പൊയ്ക്കാൽ വേര്, പറ്റുവേര് എന്നൊക്കെയാണ് ഈ വേരുകൾക്ക് പറയുന്നത്. കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ. അപ്പം കണ്ടൽ ചെടിയിൽ കാണുന്ന പ്രത്യേകതരം വേരുകൾ ഏതാണ്? അതാണ് ശ്വസന വേരുകൾ. അപ്പം ശ്വസന വേരുകൾക്ക് ഉദാഹരണമുള്ള സസ്യം ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ടൽ ചെടിയാണ്. ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. അപ്പോൾ കണ്ടൽ ചെടികളിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വേരിൻ്റെ അഗ്രഭാഗം എന്ത് ചെയ്യും? മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും. വാതക വിനിമയത്തിന് സഹായിക്കുന്നത് കൊണ്ട് ഇവ ശ്വസന വേര് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്ന വേരാണ് ശ്വസന വേര്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് വാതക വിനിമയത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ താങ്ങുവേര്, അതുപോലെ പൊയ്ക്കാൽ വേരുകൾ, അതുപോലെ പറ്റുവേര്, ശ്വസന വേര് ഇവയുടെയൊക്കെ ചിത്രം തന്നിട്ടുണ്ട്. താങ്ങുവേര് ഉള്ള സസ്യത്തിന് ഉദാഹരണമാണ് ആൽമരം എന്ന് പറയുന്നത്. അതുപോലെ പൊയ്ക്കാൽ വേര് ആറ്റുകൈതയിലൊക്കെ, ആറ്റിൻ്റെ തീരങ്ങളിലൊക്കെ നിൽക്കുന്ന കൈതച്ചെടിയിലെ വേരാണ് ഇത് പൊയ്ക്കാൽ വേരെന്ന് പറയുന്നത്. അതുപോലെ എന്താണ് വാനില, അതുപോലെ കുരുമുളക് തുടങ്ങിയ സസ്യങ്ങൾക്ക് ഉള്ളതാണ് പറ്റുവേര് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ശ്വസന വേരെന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് കണ്ടൽ ചെടികളിലാണ് എന്തുള്ളത്? ശ്വസന വേരുകൾ ഉള്ളത്. ഇനി ഏക ബീജപത്ര സസ്യങ്ങളും ദ്വിബീജപത്ര സസ്യങ്ങളും. അപ്പോൾ ഇവിടെ ഏക ബീജപത്ര സസ്യങ്ങളും അതുപോലെ ദ്വിബീജപത്ര സസ്യങ്ങളും ഇവിടെ ചില ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. തെങ്ങിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി എന്താണ് സസ്യഭാഗം, അതുപോലെ അതിൻ്റെ വേരുകൾ, തണ്ട്, ഇല, ബീജപത്രങ്ങളുടെ എണ്ണം ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഏക ബീജപത്ര സസ്യങ്ങൾ, അതുപോലെ ദ്വിബീജപത്ര സസ്യങ്ങൾ. ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ എങ്കിൽ അത്തരം സസ്യങ്ങളെ ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 2 ബീജപത്രങ്ങളുള്ള സസ്യങ്ങളെ നമുക്ക് എന്ത് പറയാം? ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് പറയാം. നാരുവേരുപടലം, ശിഖരങ്ങളില്ലാത്ത തണ്ട്, സമാന്തര ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പം ഏകബീജപത്ര സസ്യമാണെങ്കിൽ അതിനെന്തൊക്കെ കാണും? അത് നാരുവേരുപടലമായിരിക്കും. അപ്പം നമുക്ക് പറയാം നാരുവേരുപടലമുള്ള സസ്യങ്ങളൊക്കെ ഏകബീജപത്ര സസ്യങ്ങളാണ്. ഇനി അതിലെന്തുണ്ടായിരിക്കും? ശിഖരങ്ങളില്ലാത്ത തണ്ടായിരിക്കും. അപ്പോൾ ഒറ്റ നിരക്കി പോകും, അതൊറ്റ കമ്പായിട്ട് അങ്ങ് പോകും, അതിന് ശിഖരങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. ഇനി എന്താണ്? സമാന്തര ശിരാവിന്യാസമുള്ള ഇലകളായിരിക്കും. അതിൻ്റെ ഇലകളുടെ പ്രത്യേകത എന്താണ്? സമാന്തര ശിരാവിന്യാസത്തിലുള്ള ഇലകളായിരിക്കും. ഇവയാണ് ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷത. അപ്പം തായ്വേര് പടലം ശിഖരങ്ങളോട്. ഇനി അടുത്ത നമ്മൾ രണ്ടാമത് പറയുന്നത്, അപ്പം ഇതിൽ നിന്ന് നമുക്ക് പറയാം തെങ്ങ്, അതുപോലെ അടയ്ക്ക, ഇവയ്ക്കൊക്കെ എന്താണ്? പന, ഇതൊക്കെ എങ്ങനെയുള്ള സസ്യങ്ങളാണ്? ഏകബീജപത്ര സസ്യങ്ങളാണെന്ന് പറയാം. ഇനി നോക്കിയേ, തായ്വേരുപടലം, ശിഖരങ്ങളോട് കൂടിയ തണ്ട്, ജാലികാ ശിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. അപ്പം ദ്വിബീജപത്ര സസ്യങ്ങളാണ് എങ്കിൽ അവയ്ക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും? അവയ്ക്ക് തായ്വേരുപടലമായിരിക്കും. ഇനി ശിഖരങ്ങളോട് കൂടിയ തണ്ടുണ്ടായിരിക്കും.
ജാലിക ശിരാവിന്യാസമുള്ള ഇലകൾ ഉണ്ടായിരിക്കും. ഇവയൊക്കെയാണ് ഏതിൻ്റെ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകത. അപ്പോൾ അതിന് ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഏതൊക്കെയാണ്. പ്ലാവ്, അതുപോലെ മാവ്, ഇതൊക്കെ എങ്ങനെയാണ് ദ്വിബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. പല പ്രദേശങ്ങളിലും മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളതുമായ സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മുള്ളിലം എന്ന് പറയുന്ന സസ്യം, അതുപോലെ നമ്മൾ പണ്ട് ധാരാളം കണ്ടിട്ടുള്ള ഓണത്തിനൊക്കെ അത്തപ്പൂക്കളം ഇടുന്നതിന് കണ്ടിട്ടുള്ള തുമ്പ, ഇവയൊക്കെ ഇന്ന് വളരെയധികം എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങളാണ്. ഇത്തരം സസ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം. അപ്പം എന്താണ്? ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വംശനാശം എന്ന് പറയുന്നത്. ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പം വംശനാശത്തിന് കാരണം എന്താണ്? ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് വംശനാശത്തിന് കാരണം. സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ വിലയിരുത്തലാണ്. വിത്തുകൾ മുളച്ച് വളരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ബീജപത്രത്തിൻ്റെ വലിപ്പത്തിന് വരുന്ന മാറ്റം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം എന്തെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന വിധത്തിൽ സസ്യങ്ങളുടെ തൈകൾ ഉണ്ടാകുന്ന രീതി അനുസരിച്ച് വിത്തിൽ നിന്ന്, തണ്ടിൽ നിന്ന്, വേരിൽ നിന്ന്, ഇലയിൽ നിന്ന് എന്നിങ്ങനെ തരംതിരിക്കുക. ഇനി ഇവിടെ പട്ടിക പൂർത്തിയാക്കാം. വിത്ത് വിതരണത്തിൻ്റെ രീതി, വിത്തിനുള്ള അനുകൂലനങ്ങൾ, ഇതൊക്കെ തുടർ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ 4ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയെ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.